രൂപയുടെ നോട്ട് കയ്യിലുണ്ടെങ്കിൽ 16 ലക്ഷം രൂപ നൽകാം. ഇങ്ങനൊരു പരസ്യം നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടാകാം. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? നമുക്ക് പൈസ ലഭിക്കുമോ? സമാനമായൊരു സംഭവം മുംബൈയിൽ നടന്നിരുന്നു കഴിഞ്ഞ വർഷം. ഇത്തരത്തിലൊരു പരസ്യം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ 13ഓളം രൂപയുടെ കറൻസി നോട്ടുകളുള്ള ഒരാൾ പരസ്യം നൽകിയ ആളുകളെ ബന്ധപ്പെടുകയും തന്റെ കയ്യിലുള്ള മുഴുവൻ കറൻസികളുടെയും ചിത്രം അവർക്ക് അയച്ചു കൊടുക്കുകയും അത് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ 98,60,000 രൂപ ഇയാൾക്ക് ഓഫർ ചെയ്യുകയുണ്ടായി. ഇതിന്റെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീ എന്നുള്ള നിലയ്ക്ക് ഒരു 1,200 രൂപ ഇയാളിൽ നിന്ന് പൈസ ഓഫർ ചെയ്യുന്ന ആളുകൾ വാങ്ങിക്കുകയും ഉണ്ടായി. അങ്ങനെ കച്ചവടം ഉറപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ വ്യക്തിക്ക് പൈസ ഓഫർ ചെയ്ത ആളുകൾ വിളിച്ചു. ഞങ്ങളുടെ ആളുകൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട 98 ലക്ഷം രൂപയുമായി പുറപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സമയത്തിനകം മുംബൈ എയർപോർട്ടിലേക്ക് എത്തിച്ചേരും എന്നാണ് ആദ്യം അറിയിച്ചത്. അതിനുശേഷം മുംബൈ എയർപോർട്ടിലേക്ക് എത്തി എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു. പക്ഷേ ഞങ്ങളുടെ പൈസയൊക്കെ പോലീസ് ഇവിടുത്തെ അധികൃതർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ 60,000 രൂപ ഇപ്പോൾ തന്നെ അയക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾക്ക് 60,000 രൂപ ഉണ്ടാക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അങ്ങനെ പിറ്റേ ദിവസവും അവർ വീണ്ടും കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ തുക ഡബിൾ ആയിട്ടുണ്ട്. അതിന്റെ പുറമെ TDSഉം GSTയും ഒക്കെ അടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു തുക 2 ലക്ഷത്തോളം രൂപ ഇയാളിൽ നിന്ന് വാങ്ങിക്കേണ്ടായി. തുടർന്ന് പല ഘട്ടങ്ങളിലായി ഇതിന്റെ ഭാഗമായി വാങ്ങിച്ചു. അവസാനം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ജീവിത സമ്പാദ്യമായി ആകെ ഉണ്ടായിരുന്ന 18 ലക്ഷത്തോളം രൂപ ഇവർ പല ഘട്ടങ്ങളിലായി ഇയാളിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ടായി. അപ്പോഴൊന്നും ഇയാൾക്ക് അറിയുന്നില്ല ഇതൊരു തട്ടിപ്പാണെന്നുള്ളത്. അത് മനസ്സിലാക്കാൻ അയാൾക്കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അവസാനം 18 ലക്ഷം രൂപയുടെ ആകെ ജീവിത സമ്പാദ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു 2,10,000 രൂപ ഹൈക്കോർട്ടിൽ കെട്ടിവെക്കാനുണ്ട് എന്ന് പറഞ്ഞ് അയാളോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് അയാളുടെ കയ്യിൽ എവിടെ നിന്നും പൈസ റോൾ ചെയ്യാൻ സാധിക്കാതെ വന്ന സമയത്ത് അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് ആവശ്യപ്പെട്ടു. ആ സമയത്താണ് കൂട്ടുകാരൻ ഇതിലൊരു പന്തികേട് തോന്നുന്നത്. അങ്ങനെ അയാൾ അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് നൽകുകയും കേസിൽ പ്രതികൾ പിടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. സമാനമായി എത്രയോ കേസുകൾ, സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ നിലവിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളുമായി പരസ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആ പരസ്യങ്ങളിൽ വീണ് വഞ്ചിതരായി നമ്മുടെ ജീവിത സമ്പാദ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക.